സർ, അതീവ ഗുരുതരമായ നിലയിലുള്ള തീരശോഷണമുള്ള പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടായി കണക്കാക്കുകയും അതുപോലെ NCCR പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച് DPR തയ്യാറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു കാലതാമസം വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ 3-4 കൊല്ലമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ട്. അതുകൊണ്ട് എന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും? തീരസംരക്ഷണത്തിന് ആവശ്യമായ തുക സമാഹരിക്കാൻ മറ്റ് ധനകാര്യ ഏജൻസിയിൽ നിന്നോ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ തുക കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നമുക്കിതിനാവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ കയ്പമംഗലമാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ് മാസ്റ്ററുടെ ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഏരിയ കൊടുങ്ങല്ലൂർ കയ്പമംഗലമാണ്. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി അതുൾപ്പെടെയുള്ള 4 സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള പൊന്നാനി, കാപ്പാട്, തലശ്ശേരി, വലിയ പറമ്പ ഇൻക്ലൂഡിങ് കയ്പമംഗലം ഉൾപ്പെടെ അതിന് അടിയന്തരമായ റിപ്പോർട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ചെറിയൊരു താമസം NCCR റിപ്പോർട്ട് ലഭ്യമാകുന്നതിലുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് വീണ്ടും ഞങ്ങൾ അയക്കുന്നുണ്ട്. അത് ഇമ്മീഡിയറ്റായിട്ട് കിട്ടുന്ന മുറയ്ക്ക് ആ പ്രവർത്തനം തുടങ്ങാനായിട്ട് കഴിയും. ഇതിനാവശ്യമായ നിലയിൽ ആദ്യം തന്നെ കിഫ്ബി 1500 കോടി രൂപയാണ് നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ളത്. അതിൽ ചെല്ലാനത്ത് മാത്രമാണ് 340 കോടിയുടെ പ്രവൃത്തി നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് ഫേസും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളുടെ പണത്തെ സംബന്ധിച്ച് ഈ NCCR റിപ്പോർട്ട് കിട്ടിയാൽ ആദ്യഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് തടസ്സം നേരിടുന്നില്ല.